അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ ആയത്ത് അല്പഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ് 5-ാമത്തെ ആയത്ത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് ഒന്നുകൂടി ആത്മാർത്ഥതയും ഇഖ്ലാസും നമുക്ക് ലഭിക്കാൻ ഈ ആയത്ത് പലതവണ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മെ ഒന്നുകൂടി അള്ളാഹുവിലേക്കുള്ള ഭയഭക്തി ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. വളരെ സൂക്ഷ്മമായി ഈ ആയത്തൊന്ന് വായിക്കണം, പഠിക്കുകയും ചെയ്യണം, ഹിഫ്ലാക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ബാക്കി ഭാഗം നമ്മൾ പറഞ്ഞത് ബഅസിനെ സംശയിക്കുന്നവരോട് യ അയ്യുഹന്നാസ് എന്ന് അള്ളാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു പ്രയോഗമാണ്. ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുളഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. ഇത്രയും ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ ലിനുബയ്യിന ലക്കും, സൃഷ്ടി മാഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോൾ രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മുളഗത്ത്, ആ മുളഗത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് രൂപമുണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആദ്യഘട്ടം നുതുഫത്താണ്, രണ്ടാമത്തെ സ്റ്റേജ് അലഖത്താണ്, മൂന്നാമത്തെ സ്റ്റേജ് മുളഗത്താണ്. അത് വിശദീകരിച്ചു. ശേഷം പറഞ്ഞു വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. അവിടെ നശാഉ എന്നുള്ളത് നീട്ടണം, അവിടെ മദ് കാണും ഖുർആനിൽ. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, അവിടെ മണിക്കുകയും ചെയ്യണം. അപ്പോൾ വനുഖിറു ഫിൽ അർഹാം, ശേഷം അള്ളാഹു താമസിപ്പിക്കുന്നു. അഖറ യുഖിറു, നുഖിറു നാം താമസിപ്പിക്കുന്നു. ഫിൽ അർഹാം, എവിടെ? ഗർഭപാത്രത്തിൽ നാം അതിനെ താമസിപ്പിക്കുന്നു. അപ്പോൾ ഈ നുതുഫത്തിനെ അള്ളാഹു ഗർഭപാത്രത്തിൽ എത്തിക്കുകയും അവിടെ വെച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ്. മാനശ, നാം ഉദ്ദേശിക്കുന്നതിനെയാണ് ഗർഭപാത്രത്തിൽ അവിടെ താമസം ഉണ്ടാക്കി ഉറപ്പിക്കുക എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. ഈ നുതുഫത്ത് ത്വിഫിലായി പുറത്തേക്ക് വരണമെങ്കിൽ എന്തുണ്ടാവണം? ഷാ അല്ലാ, മാ ഷാ അല്ലാ, അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ തീരുമാനം അതുണ്ടെങ്കിലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. വേറെ ഒരാൾക്കും ഇതിൽ ഒരു പങ്കും ഇല്ല. ഇല അജലി മുസമ്മ, നിശ്ചിതമായ അവധി വരെ, അലസിപ്പോവാതെ, അല്ലേ, ആ ഗർഭം അലസിപ്പോവാതെ ഒരു നിശ്ചിത അവധി വരെ. ഇല അജലി മുസമ്മ, അജൽ എന്ന് പറഞ്ഞാൽ അവധി, മുസമ്മ നിർണിതമായ നിശ്ചിതമായ ഒരു അവധി വരെ നാം ഉദ്ദേശിക്കുന്നതിന് എന്ത് ചെയ്യും? ആ ഗർഭപാത്രത്തിൽ നാം താമസിപ്പിക്കും എന്നാണ്. സുമ്മ നുഖ്രിജുകും ത്വിഫ്ല, എന്നിട്ട് ഈ ആദ്യം നുതുഫത്തായിരുന്നല്ലോ, ഇന്ദ്രിയത്തുള്ളിയായിരുന്നല്ലോ, ആ നുതുഫത്തിനെ സുമ്മ പിന്നീട് നുഖ്രിജുകും ത്വിഫ്ല, അല്ലേ, നമ്മൾ ഖുറൂജ് കേട്ടുണ്ടാവുമല്ലോ, എക്സിറ്റ്. അപ്പോൾ നുഖ്രിജുകും, നിങ്ങളെ നാം പുറത്തെടുക്കും. അഖ്റജ യുഖ്രിജു നുഖ്രിജു, നുഖ്രിജുകും നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരും. സുമ്മ നുഖ്രിജുകും ത്വിഫ്ല, പിന്നെ നാം നിങ്ങളെ കുട്ടിയായി, ഒരു ബേബിയായി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരു രേതസ്കണം അത് അലക്കത്തായി മുളകത്തായി, ആ മുളകത്ത്, ആ രക്തക്കട്ടയും മാംസക്കട്ടയുമാണ് പിന്നീട് എന്തായി പുറത്തേക്ക് വരുന്നത്? കുട്ടിയായി പുറത്തേക്ക് വരുന്നത്. ആദ്യമേ ആരായിരുന്നില്ല? കുട്ടി ആയിരുന്നില്ല. കുട്ടി ആകുന്നതിന് മുന്നേ, ഈ ഒരു 9 മാസത്തിന് മുന്നേ നടന്ന ഒരുപാട് പ്രക്രിയകൾ അതിന് മുന്നേ നടന്നിട്ടുണ്ട് എന്നാണ് ഖുർആൻ നമ്മെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഡോക്ടർ കീത്ത് മൂർ എന്ന് പറഞ്ഞ അറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ, ലോകപ്രശസ്ത ഭ്രൂണശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ കീത്ത് മൂർ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഈ അലഖ് എന്ന, മുളഗത്ത് എന്ന ഖുർആനിലെ പ്രയോഗങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. സൂറത്ത് മുഅ്മിനൂരിൽ നമുക്കറിയുന്ന ഒരായത്താണ് സുമ്മ ഖലഖനൻ നുൽഗത മുൽഗതൻ ഫഖലഖനൽ മുൽഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖറ.
എന്ന ആയത്ത്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ അള്ളാഹു ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ ഒന്നുകൂടി അത് വ്യക്തമാക്കി പറഞ്ഞു അല്ലേ. അങ്ങനെ മനുഷ്യനെ നുതുഫത്തും അലഖത്തുമാക്കി ഫഖലഖ്നൽ മുലഗത ഇലാമൻ, ആ മുലഗത്തിനെ ഇലാമുകൾ എല്ലുകളെ കൊണ്ടെന്ത് ചെയ്തു, പൊതിഞ്ഞു എന്നാണ്. അപ്പോൾ ആ മാംസക്കട്ടയെ രക്തക്കട്ട മാംസക്കട്ടയാകുന്നു, മാംസക്കട്ട അതിനെ എന്ത് ചെയ്യുന്നു, എല്ലുകൾ പൊതിയുന്നു, ആ എല്ലുകളെ വീണ്ടും മാംസങ്ങൾ പൊതിയുന്നു. അങ്ങനെ സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖറ, വേറൊരു സൃഷ്ടിയായി നാം അതിനെ പരിവർത്തനം നടത്തുകയും ചെയ്തു, മാറ്റത്തിന് വിധേയമാക്കി എന്നാണ്. തബാറകല്ലാഹ്, അള്ളാഹു എത്ര അനുഗ്രഹീതനാണ്. അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയ അല്ലേ, മാറ്റങ്ങൾ സംഭവിപ്പിച്ച അള്ളാഹു എത്ര അനുഗ്രഹീതനാണ്. അഹ്സനുൽ ഖാലിഖീൻ, അവൻ എത്ര നല്ല സൃഷ്ടിപ്പാണ് നടത്തിയത്. അപ്പം ഈ രൂപത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലും ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് സുമ്മ നുഖ്രിജുക്കും ത്വിഫ്ല, അപ്പം അങ്ങനെ കുട്ടിയെ നാം പുറത്തേക്കെടുത്തു. അപ്പം പറഞ്ഞു വന്ന ഡോക്ടർ കിത്മൂർ, അദ്ദേഹം ഭ്രൂണശാസ്ത്രം ഖുർആനിൽ എന്ന രൂപത്തിൽ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി എന്നുള്ളതാണ്, ഗ്രന്ഥം എഴുതി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് ഖുർആൻ ഇറങ്ങിയത് 7-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിനോടടുപ്പിച്ചാണ് 16-ാം നൂറ്റാണ്ട് വരെ ഇത്തരമൊരു പഠനം നടന്നിട്ടേ ഇല്ല എന്നാണ്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ളൊരു പഠനം, മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഇത്ര ആഴത്തിലുള്ള ഒരു പഠനം 16-ാം നൂറ്റാണ്ട് വരെ നടന്നിട്ടില്ല. ഇത്ര ആഴത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ 16 നൂറ്റാണ്ടിന് ശേഷം 20-ാം നൂറ്റാണ്ടിനോടടുപ്പിച്ചാണ് ഇത്രയും ആഴത്തിൽ സ്പഷ്ടമായ ഒരു പഠനത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ അത് ഖുർആൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്ന് അത് ദൈവികമാണ് ഖുർആൻ എന്നുള്ളതിന് അത് തന്നെ മതിയായ തെളിവാണ് എന്ന് ഡോക്ടർ കിത്മൂർ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള പ്രേരണ ഉണ്ടാവുന്നത് എന്നാണ്. അപ്പോൾ ഖുർആൻ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ രൂപത്തിൽ ശാസ്ത്രശാഖകൾ എവിടെയും വ്യാപിച്ചിട്ടില്ലാത്ത, ഇത്രമാത്രം വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു, അങ്ങനെ സുമ്മ നുഖ്രിജുക്കും ത്വിഫ്ല, എന്നിട്ട് കുട്ടി വന്നതിന് ശേഷം സുമ്മലിതബ്ലുഗു അശുദ്ധക്കും, എന്നിട്ട് അത് യൗവനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ബേബി എവിടേക്കെത്തി? ഒരു യുവാവായി, നല്ല ശക്തിയുള്ള ശദീദ് അല്ലേ, ശക്തിയുള്ള പവറുള്ള കഴിവുള്ള ഒരു പക്വതയിലേക്ക്, യൗവനത്തിലേക്ക്, ഓടാനും ചാടാനും നടക്കാനും ചിരിക്കാനും കരയാനും അങ്ങനെ ബോധപൂർവമായി എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ശേഷിയുള്ള പ്രായത്തിലേക്ക് എത്തിയത് ഈ ത്വിഫ്ല് ആയിരുന്നു എന്ന് പറയാൻ. അപ്പോൾ എന്താണ് ത്വിഫ്ല്? ഈ ത്വിഫ്ല് ഇനി എവിടേക്കാണ് എത്തുക? ഇതാണ് അടുത്ത ഭാഗം നമ്മുടെ ഈ സൂറത്തുൽ ഹജ്ജിൽ ഈ ആയത്തിൽ തന്നെ അടുത്ത ഭാഗമായി പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ശ്രവിക്കാവുന്നതാണ്. അള്ളാഹു ഇത് കൂടുതൽ പഠിക്കുവാനുള്ള ഈമാനും തൗഫീഖും നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.